ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. കളങ്കാവലിൻ്റെ 9ാം ദിനമാണ്. ഈ ഒരു ശനിയാഴ്ച മിന്നുന്ന പ്രകടനം സിനിമ കാഴ്ചവെക്കുമെന്നുള്ള പ്രതീക്ഷയുമാണ്. എന്തായാലും രാവിലെ തന്നെ സിനിമയുടെ പ്രീസെയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 53 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് ട്രാക്ഡ് ആയിട്ടുള്ള പ്രീസെയിൽ കളക്ഷൻ വന്നിരിക്കുന്നത്. അത് ഒരു മികച്ച തുടക്കം തന്നെയാണ്. ഇന്നലെ മണിക്കൂറിൽ 5000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ഈവനിങ്ങിൽ വിറ്റുപോയി. ഇന്നലെ മൊത്തമായി വിറ്റുപോയത് 54,000-ന് മുകളിലുള്ള ടിക്കറ്റുകളായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് വലിയ രീതിയിലൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. കാരണം ഈ ഒരു ശനി ഞായർ ദിനം സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയും ഒപ്പം ഒരു മാറ്റവുമൊക്കെ കാണാൻ കഴിയുന്ന ദിനങ്ങളായിരിക്കാം. ഈ 2 ദിനങ്ങളിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 10 കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡായിട്ട്. എന്തായാലും നമുക്ക് 8ാം ദിനത്തെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകളിലൊന്ന് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. 1307ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പെട്ടപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ 85,346ഓളം ഓഡിയൻസ് അല്ലെങ്കിൽ ടിക്കറ്റുകൾ വിറ്റുപോയതായിട്ടാണ്. 25% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 1,39,07,000 രൂപയോളമാണ്. അതായത് ഈ ദിവസങ്ങളിൽ ഏറ്റവും കുറഞ്ഞ കളക്ഷനാണ്. ഒരു വെള്ളിയാഴ്ച കേരള ബോക്സ് ഓഫീസിൽ വലിയ രീതിയിലുള്ള കളക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ചെങ്കിൽ അവിടെ ഒരു വലിയ ഇടിവ് തന്നെയാണ്. ഒരു പക്ഷേ വ്യാഴവും ബുധനുമൊക്കെ നമുക്ക് നല്ല ലെവലിലുള്ള കളക്ഷൻ വന്നപ്പോൾ ഏറ്റവും കുറഞ്ഞ കളക്ഷൻ ട്രാക്കിങ്ങിലൂടെ 1.5 താഴെ വന്ന ദിവസമാണ്. ഇന്ന് പ്രതീക്ഷിക്കുന്നത് 2 കോടിയോളമാണ് സിനിമയുടെ കളക്ഷനായിട്ട് വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 28 കോടിയിലേക്ക് സിനിമ എത്തുമെന്നുള്ളതും പ്രതീക്ഷിക്കുകയാണ്. വേൾഡ് വൈഡായിട്ട് 7 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് 62,98,00,000 രൂപ, അതായത് 63 കോടി എന്ന് പറയാം. അതായത് 8ാം ദിനത്തെ കളക്ഷനോടെ 66 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 9ാം ദിനം സിനിമ 70 കോടി കടക്കുമെന്നുള്ളതും ആ ഒരു പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ GCC രാജ്യങ്ങളിൽ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു വെള്ളിയാഴ്ച സിനിമയ്ക്കുണ്ടായിരുന്നത്. ശനിയാഴ്ചയും മികച്ച രീതിയിലേക്ക് പോകുന്നു. 800-ന് മുകളിലുള്ള ഷോകളാണ് അവിടെയുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമെല്ലാം മികച്ച രീതിയിൽ തന്നെയുള്ള ബുക്കിംഗാണ് സിനിമയ്ക്ക് ഉണ്ടാകുന്നത്. ഈ ഒരു ശനിയാഴ്ച ബാംഗ്ലൂരിൽ നിന്ന് മാത്രം എക്സ്പെക്റ്റ് ചെയ്യുന്നത് 50 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. തമിഴ്നാട്ടിൽ നിന്ന് 2 കോടിയും കടന്ന് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 6 കോടിയിലേക്ക് സിനിമ എത്തുകയാണ്. ശനിയാഴ്ചയോടെ സിനിമ 6 കോടിക്ക് മുകളിലേക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് എത്തുമെന്നുള്ളതും ഉറപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.